ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല ഈ സിനിമ. ഗുജറാത്ത് കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. 273 ഹിന്ദുക്കൾ അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. സത്യം അതാണെങ്കിൽ ഇങ്ങനെ പരസ്യമായിട്ട് വിളിച്ചു പറയാൻ പറ്റ 273 ഹിന്ദുക്കൾ അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആരാണ് അവരെ കൊന്നത്? അവർ സ്വയം വെടിവെച്ച് മരിച്ചതാണോ? ആരാണ് അവരെ കൊന്നത്? അവർ സ്വയം വെടിവെച്ച് മരിച്ചതാണോ? ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല ഈ സിനിമ. നമുക്കതൊരു സമാധാനമായിട്ട് പറഞ്ഞിട്ട് സമാധാനം ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ഈ സിനിമ ഏകപക്ഷീയമായിട്ട് മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്നതായിട്ടാണ് അതിൽ കാണിക്കുന്നത്. സിനിമയായിട്ട് കണ്ടുപിടിയെന്ന് കേരള സ്റ്റോറിയെ സംബന്ധിച്ച് പറഞ്ഞില്ലല്ലോ. കേരള സ്റ്റോറിയെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ സിനിമയായിട്ട് കണ്ടാൽ പോരെ എന്നല്ലല്ലോ പറഞ്ഞത്. ഞാൻ കാല് പിടിക്കാം, ഓർമ്മയുണ്ടോ? റിയൽ കേരള സ്റ്റോറി വേറെയാണെന്ന് പറഞ്ഞിട്ട് ആ രീതിയിലല്ലേ ചർച്ച മുന്നോട്ട് പോയത്. ഗുജറാത്ത് കലാപം ചർച്ച ചെയ്യുമ്പോൾ ഏകപക്ഷീയമായിട്ട് മുസ്ലിങ്ങളെ കൊല ചെയ്യുന്ന ആ ഭാഗമാണ് പ്രധാനമായിട്ടും അതിൽ വരുന്നത്. എന്നാൽ ആ കലാപത്തിന് കാരണമായിട്ടുള്ള ഗോദ്രയെ കുറിച്ച് മിണ്ടുന്നില്ല. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ഗോദ്ര കലാപത്തിന്റെ ഗോദ്രയുടെ തീവണ്ടി കത്തിക്കുന്നത് ചിത്രങ്ങളായിട്ട് ഇങ്ങനെ കാണുന്നു. ഗോദ്ര തീവണ്ടി കത്തുന്നു, എന്നിട്ട് അതിന്റെ പത്ര കട്ടിങ് കാണിക്കുന്നു. തീവണ്ടിയിൽ തീപിടുത്തം. തീവണ്ടിയിൽ തീ പിടിച്ചതല്ല, തീവണ്ടിക്ക് തീ വെച്ചതാണ്. സത്യം അതാണെങ്കിൽ ഇങ്ങനെ പരസ്യമായിട്ട് വിളിച്ചു പറയാൻ പറ്റ തീ വെച്ച ആളുകളെ സുപ്രീം കോടതി വരെ പോയിട്ട് അതിന്റെ ശിക്ഷ ശരിവെച്ചു. 33 വരെ ശിക്ഷിച്ചു. അതില് വിചാരണ കോടതി 11 വരെ വധശിക്ഷയ്ക്ക് വിധിച്ചതാണ്. പിന്നീട് മേൽക്കോടതികൾ അത് ജീവപര്യന്തമാക്കി മാറ്റി. അപ്പോൾ അതിന് കത്തിച്ചവരെ അറസ്റ്റ് ചെയ്തു, അവരെ ജയിലിലടച്ചു, അവർക്ക് ശിക്ഷ വിധിച്ചു. ഇതെല്ലാം നടത്തിയിട്ട് ആ സംഭവം മിണ്ടാതെ ഏകപക്ഷീയമായിട്ട് അവിടെ മുസ്ലിങ്ങൾക്കെതിരെ നടന്നൊരു കലാപമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നെങ്കിൽ സർക്കാരിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 273 ഹിന്ദുക്കൾ അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആരാണ് അവരെ കൊന്നത്? അവർ സ്വയം വെടിവെച്ച് മരിച്ചതാണോ? ആരാണ് അവരെ കൊല ചെയ്യപ്പെട്ടത്? അപ്പോൾ കലാപം രണ്ടു ഭാഗത്തും നടന്നിട്ടുണ്ട്, ഏകപക്ഷീയമായിരുന്നില്ല. പക്ഷേ ഈ സിനിമ ഏകപക്ഷീയമായിട്ട് മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്നതായിട്ടാണ് അതിൽ കാണിക്കുന്നത്. അവര് പറയുന്നത് മുഴുവൻ വിശ്വസിച്ചു. ഇതൊരു കാര്യം. രണ്ടാമത്തത് ആ കലാപത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ അവർ കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നു. കേരള രാഷ്ട്രീയത്തിൽ അവർ ഗുജറാത്തിൽ ചെയ്ത പോലുള്ള കലാപം ഇവിടെയും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഏത് കേരളത്തെ കുറിച്ചിട്ടാണ്? ഏത് കേരളത്തിലാണ് കലാപം? അതായത് IS-ലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട കേരളം, IS-ലേക്ക് ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്ത കേരളം, അവലും മെതിലും കരുതി വെക്കാൻ ആഹ്വാനം ചെയ്ത കേരളം, വയറ് നിറഞ്ഞ് ആയുധ പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിക്കപ്പെട്ട് അതിന് അറസ്റ്റ് ചെയ്ത് തടിയന്റെ കൂടെ നസീർ അടക്കം ജയിലിൽ കിടക്കുന്ന കേരളം, അധ്യാപകന്റെ കൈവെട്ടിയ കേരളം, ഇസ്ലാമിക തീവ്രവാദത്തിന്റെ വിഹാരഭൂമി എന്ന് മുഴുവൻ ഭാരതവും വിശ്വസിക്കുന്ന ഈ കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല ഈ സിനിമ. എന്നാൽ സബർമതി എക്സ്പ്രസ് എന്ന ഒരു സിനിമ ഹിന്ദിയിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇറങ്ങിയിരുന്നു. അത് ഈ ഗോദ്ര കലാപത്തിന്റെ വേറൊരു വേർഷനാണ് ആ സിനിമ പറയുന്നത്. അപ്പോൾ പല വേർഷൻസും വരുന്നുണ്ട്. ഈ സിനിമ പൂർണ്ണമായ ഒരു ഫിക്ഷണൽ ചിത്രം എന്ന നിലയിൽ തന്നെയാണ് വരുന്നത്. ആ മുന്നറിയിപ്പ് നേരത്തെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പൊ ആ നിലയിൽ ഒരു സിനിമ എന്ന നിലയ്ക്ക് പരിഗണിക്കാവുന്നതല്ലേ എന്ന ചോദ്യമാണ് ഒരു ഭാഗത്ത് വരുന്നത്. മറുഭാഗത്ത് ഭംഗി പറഞ്ഞ പോലെ ഇതിനെ തെറ്റായ രീതിയിൽ ആവിഷ്കരിച്ചു എന്നാണ്. അതിപ്പോ ആ സിനിമയുടെ ടൈറ്റിൽ ഭാഗത്താണ് ഈ ഗോത്ര കലാപത്തെ തീവണ്ടിയിലുണ്ടാകുന്ന സംഭവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ സ്കെച്ച് പോലെ കാണിക്കുന്നത്. പക്ഷെ ഈ കഥാപാത്രത്തിന്റെ പശ്ചാത്തലം അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ അവതരിപ്പിച്ചു എന്നായിരിക്കും ഒരുപക്ഷെ സിനിമാക്കാരുടെ ഉത്തരം, എനിക്കറിയില്ല. അതുകൊണ്ട് ഇത് ഇത്രയും ഗുരുതര വിഷയമായി നമ്മൾ കണക്കാക്കേണ്ടതുണ്ടോ, അതോ സിനിമ എന്ന നിലയ്ക്ക് മോഹൻലാലിന്റെ ചിത്രം എന്ന നിലയ്ക്ക് ആസ്വദിക്കണം? അല്ല, സിനിമ കാണാൻ പോയ ഒരാളാണ് ഞാൻ, സിനിമ ആസ്വദിക്കാൻ പോയ ഒരാളാണ്. സിനിമയെ നമുക്ക് വിമർശിച്ചുകൂടെ? സിനിമയെ എന്നല്ല, ഏത് കലാസൃഷ്ടിയെ നമുക്ക് വിമർശിക്കാമല്ലോ. ആ സിനിമയുടെ പോരായ്മകളാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. ആ സിനിമ ബഹിഷ്കരിക്കാനായിട്ട് ഒരു ഹിന്ദു സംഘടനയും ആഹ്വാനം ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ആ സിനിമ ബാൻ ചെയ്യണമെന്ന് ആരെങ്കിലും സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. സിനിമ ചർച്ച ചെയ്യുമ്പോൾ ആ സിനിമയുടെ പോരായ്മകൾ ചർച്ച ചെയ്യും. അത് സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ സോഷ്യൽ മീഡിയയിൽ വരുന്നതിനൊക്കെ ഉത്തരം പറയാൻ എനിക്ക് പറ്റുമോ? സോഷ്യൽ മീഡിയ ഒരു പബ്ലിക് ഫോറാണ്. ആർക്കും എന്തും പറയാം. അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഇപ്പൊ സംഘപരിവാർ സംഘടനകളിൽ തന്നെ ഈ സിനിമയെ രണ്ടു തരത്തിൽ കാണുന്നവരുണ്ട്. അത് വ്യക്തിപരമായ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്ഥലമാണത്. അതിനെ എന്തുകൊണ്ട് ആക്രമിക്ക് കണ്ടുകൂടാ? നമ്മളൊരു ഭാഗത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയും. സിനിമയായിട്ട് കണ്ടുകൂടെയെന്ന് കേരള സ്റ്റോറിയെ സംബന്ധിച്ച് പറഞ്ഞില്ലല്ലോ. കേരള സ്റ്റോറിയെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ സിനിമയായിട്ട് കണ്ടാൽ പോരെ എന്നല്ലല്ലോ പറഞ്ഞത്. റിയൽ കേരള സ്റ്റോറി വേറെയാണെന്ന് പറഞ്ഞിട്ട് ആ രീതിയിലല്ലേ ചർച്ച മുന്നോട്ട് പോയത്. അങ്ങനെ കാര്യമില്ല. സെൻസറിംഗ് വേളയിൽ അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അത് ഈ സിനിമയുടെ അണിയറക്കാരോട് പറയാമല്ലോ, എന്തെങ്കിലും തിരുത്തലുകൾ വേണമെങ്കിൽ ആവശ്യപ്പെടാവുന്നതാണല്ലോ. അത് ഉണ്ടായില്ല എന്നതാണ്
BJP-യുടെ ഞാന് സെൻസർ ബോർഡ് എന്ത് ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളത് സെൻസർ ബോർഡ് ചെയ്തില്ല, അതുകൊണ്ട് ഇങ്ങനെ സിനിമ എടുക്കാം. എന്നാൽ ആ സിനിമയുടെ സംവിധായകനോ അല്ലെങ്കിൽ നിർമ്മാതാവോ, ഞാൻ വ്യക്തിപരമായിട്ട് പൃഥ്വിരാജിന്റെ പേരോ മോഹൻലാലിന്റെ പേരോ ഞാൻ പരാമർശിച്ചിട്ടില്ല. എനിക്ക് അതിനൊരു ഉദ്ദേശമില്ല. ഞാൻ ഒരു വ്യക്തിയെയും ആക്രമിക്കാനോ അല്ലെങ്കിൽ ആക്ഷേപിക്കാനോ അല്ല അത്.